ചില അമ്മമാരുണ്ട്, അവർ പറയുന്നൊരു കാര്യം, എൻ്റെ മോൻ്റെ ജീവിതം അവൾ നശിപ്പിച്ചു. അവൾ കയറി വന്നത് മുതൽ എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു. ഈ കുടുംബത്തിലെ പ്രശ്നം മുഴുവൻ അവളെ കൊണ്ടാണെന്നുള്ളത്. അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് പ്രശ്നം ഉണ്ടാക്കാനാണോ? അല്ലെ ആദ്യമേ പ്രശ്നമായിട്ടാണോ വന്നത്? അല്ലല്ലോ. അവൾ ഇങ്ങനെയൊക്കെ ആയി മാറാൻ പ്രധാനപ്പെട്ട കാരണം ആരാ? അവൾ നിങ്ങൾ വീട്ടിലേക്ക് കയറി വന്ന സമയത്തെ നിങ്ങൾ ട്രീറ്റ് ചെയ്ത രീതി എങ്ങനെയായിരുന്നു? നിങ്ങളുടെ മകൻ ട്രീറ്റ് ചെയ്ത രീതി എങ്ങനെയായിരുന്നു? ഇനി നിങ്ങളുടെ നിന്ന് എന്തെങ്കിലും അപാകത ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ മകൻ അവളെ സംരക്ഷിച്ചത് എങ്ങനെയായിരുന്നു? ഇനി മകനാണ് തെറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ അവളെ സംരക്ഷിച്ചത് എങ്ങനെയായിരുന്നു? ഇതൊക്കെ കേട്ട് സഹിക്കെട്ട് അവൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചാൽ അവൾ അഹങ്കാരിയായി, തന്നിഷ്ടക്കാരിയായി, കുടുംബത്ത് പിറക്കാത്തവളായി, കുടുംബത്ത് കേൾക്കാൻ കൊള്ളാത്തവളായി, അല്ലേ? നിങ്ങൾ ഈ പറയുന്ന എന്തും അവളായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ മകനും ഉണ്ട്, നിങ്ങളുടെ വീട്ടിലെ ഓരോ മെമ്പേഴ്സിനും ഉണ്ട്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ മകനെ കല്യാണം കഴിപ്പിച്ചാലേ ഒന്ന് അവരെ ഫ്രീ ആക്കി വിടും. അവരൊന്ന് സ്നേഹിക്കട്ടെ, അവരൊന്ന് മനസ്സിലാക്കട്ടെ, അവരൊന്ന് ജീവിക്കട്ടെ. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മകന്റെ സ്നേഹവും അവന്റെ എല്ലാ സാമീപ്യവും നിങ്ങൾക്ക് മാത്രമായിട്ട് ജീവിതകാലം മുഴുവൻ കിട്ടണമെന്നാണെങ്കിൽ കല്യാണം കഴിപ്പിക്കാതിരിക്കുക. അല്ലാതെ എല്ലാ ഭാരങ്ങളും ഈ കയറി വരുന്ന പെൺകുട്ടിയുടെ തലയിൽ